കേരള വെതർ അപ്ഡേറ്റ്സ് അൺഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ സിസ്റ്റം എന്തായാലും കേരളത്തിനെ കാര്യമായ രീതിയിൽ ബാധിച്ചില്ല. ഒന്നോ രണ്ടോ ദിവസം ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ മാത്രമേ കേരളത്തിൽ കാര്യമായ മഴ ഉണ്ടായുള്ളൂ. അതും ശക്തമായ മഴ മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ തീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതായി പറഞ്ഞിരുന്നു. അത് ചില വെതർ മോഡലുകൾ നമുക്ക് അങ്ങനെ സൂചന തന്നതുകൊണ്ടാണ് ആ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും വീഡിയോയിലൂടെ പറഞ്ഞത്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റിലൂടെ പറഞ്ഞത്. അതേ ദിവസങ്ങളിൽ തന്നെ IMDയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ IMDയും ഈ അതിശക്തമായ മഴയ്ക്കും ഒക്കെ ഉള്ള സാധ്യത അതുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ശനിയാഴ്ച എനിക്ക് തോന്നുന്നു 2-3 ജില്ലകൾ യെല്ലോ അലർട്ട് കൊടുത്തു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചിലർ തിങ്കളാഴ്ച ആകാശം തെളിഞ്ഞു, ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വെറുതെയാണ്, അതായത് ആ രീതിയിൽ കരുതുന്ന കുറേയേറെ ആൾക്കാർ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു സിസ്റ്റം നമ്മുടെ തെക്കൻ കേരളത്തിനും തെക്കൻ തമിഴ്നാടിനും ഇത്രയും അടുത്ത് വന്നിട്ട് നമ്മൾ ഏറ്റവും ചെറിയ അപകട സാധ്യത പോലും തള്ളിക്കളയരുത്. കാരണം നമുക്കതുകൊണ്ട് ഏറ്റവും എക്സ്ട്രീമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതായത് അതിനെതിരെയുള്ള ജാഗ്രത പുലർത്തിയാൽ നമുക്കുണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ നാശനഷ്ടം അത്രയും കുറവായിരിക്കും. ഇത്തരം ഒരു സിസ്റ്റം നമ്മുടെ അടുത്ത് വന്നു, നമ്മൾ വിചാരിക്കുക ആകെ പെയ്തത് ശനി രാത്രി തൊട്ട് ഞായറാഴ്ച വൈകുന്നേരം ഉച്ച വരെ ശക്തമായ മഴ 7-8 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ യെല്ലോ അലർട്ടിന് സമാനമായ മഴ മാത്രം പെയ്തു. പിന്നെ മഴ അങ്ങ് കുറഞ്ഞു. ഞായറാഴ്ച രാത്രി തൊട്ട് തിങ്കളാഴ്ച രാവിലെ തൊട്ട് മഴ കുറഞ്ഞു. തിങ്കളാഴ്ച കാര്യമായ മഴ എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മൾ അന്നും മഴ സാധ്യതയുള്ളതായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനൊരു ഉദാഹരണം നമുക്കെടുക്കാം. തെക്കൻ തമിഴ്നാടിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവർക്ക് ഇത്രയും ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ തീവ്ര മഴ പെയ്യുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ വേറെ 2 ദിവസം മുമ്പാണ് കിട്ടിയത്. അവർക്ക് അതിനായിട്ട് ഒരുങ്ങാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല. ആരും കരുതിയിരുന്നില്ല അവിടെ ഇത്തരമൊരു മഴ, അതായത് ചില പ്രദേശങ്ങളിൽ ഒരു വർഷം കൊണ്ട് പെയ്യേണ്ട മഴ 1-2 ദിവസം കൊണ്ട് പെയ്തു എന്നാണ് കണക്ക്. 93 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ കടന്ന സ്ഥലങ്ങളുണ്ട് മഴ 2 ദിവസം കൊണ്ട്. നമ്മുടെ പ്രദേശത്താണെങ്കിൽ അങ്ങനെ ഒരു മഴയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു മഴ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ ഒരു മഴ കൊണ്ടുള്ള ദുഃഖകരമായ അപകടകരമായ സാഹചര്യമാണ് അവർ നേരിട്ടത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഏജൻസികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്രയും വലിയ മഴ പെയ്യിക്കാൻ വേണ്ടി യാതൊരു ഘടകവും നമ്മൾ ആദ്യ നോട്ടത്തിൽ കാണില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ചുഴലിക്കാറ്റില്ലായിരുന്നു, ഒരു ശക്തമായ ന്യൂനമർദ്ദത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? ഒരു ചക്രവാത ചുഴി, അത് രൂപപ്പെട്ട ആ പ്രദേശം, അത് നിലനിന്നിട്ടുള്ള സ്ഥാനം, ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും തീവ്ര മഴ ആ പ്രദേശത്തുണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി എന്താ അവർ ചെയ്യുക? ചെറിയൊരു ഇത് വന്നാലും നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കും, അതാണ് വേണ്ടത്. നമ്മുടെ IMD അന്ന് സാധാരണ നമ്മൾ പറയും IMD അലർട്ടുകൾ പ്രഖ്യാപിച്ചു, ഉടനെ വെയിൽ വന്നു, അങ്ങനെ എല്ലാവരും കളിയാക്കാറുണ്ട്. നമ്മൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ ചെയ്തത്, ഇപ്പം തിങ്കൾ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു. അത് ഒരു കാരണവശാലും നമ്മൾ തമാശ രൂപേണ എടുക്കാനോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചെടുക്കാനോ പാടില്ല. കാരണം ഏറ്റവും എക്സ്ട്രീം ഇവൻറ്റ്സ് വരെ, ഏറ്റവും അപകട സാധ്യതയ്ക്ക് വഴി വെച്ചേക്കാവുന്ന ചെറിയ സാധ്യതകൾ പോലും നമ്മൾ ഉൾക്കൊള്ളണം. ആ സമയത്ത് അതിനെതിരായ ജാഗ്രത വലിച്ചാൽ നമുക്കുണ്ടാകുന്ന നാശനഷ്ടം അത്രയും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി. കാരണം ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഇനിയും അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്തരം സിസ്റ്റങ്ങൾ ഇനിയും നമ്മുടെ അടുത്തൂടെ കടന്നു പോകാനൊക്കെ സാധ്യത ഉള്ളതായി പല പഠനങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് ലോകത്തെ ഏത് സ്ഥലമായാലും അവ കഠിനമായ അല്ലെങ്കിൽ അതിഭയങ്കരമായ കാലാവസ്ഥാ മാറ്റങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. അപ്പോൾ
ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി അതിന് വേണ്ടുന്നതായ ജാഗ്രതകൾ പാലിക്കണം. നമുക്ക് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പാലിക്കണം. ഇത്രയും ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കും. അവർ 3 ദിവസമായി മഴ കഴിഞ്ഞിട്ട് ഇപ്പോഴും പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത നടക്കുന്ന ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ ഇത്രയും പറഞ്ഞത്, ഇനിയും ചിലപ്പോൾ ഇതുപോലത്തെ മഴ സാധ്യതകളുണ്ടാവാം. അപ്പോൾ നമ്മൾ ചെറിയൊരു അപകട സാധ്യത പോലും തള്ളിക്കളയരുത്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ പറയുന്ന പ്രവചനങ്ങൾ പാളണം. പക്ഷെ പാളണമെന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. അതിതീവ്രമായ മഴ ഉണ്ടായാലും അല്ലെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടായാൽ നാശനഷ്ടം അപകടം ഉണ്ടാകുന്നത് നമുക്കാണ്. പക്ഷെ അത് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഏറ്റവും എക്സ്ട്രീം ഇവൻറ്റ്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ കുറയും. അതാണ് ഇതുകൊണ്ടുള്ള ഈ ഒരു പോസ്റ്റുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് അലർട്ടുകളും എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടില്ലാതായ ഈ ചക്രവാത ചുഴി മൂലം കേരളത്തിൽ പെയ്തേക്കാമായിരുന്ന അതിശക്തമായതോ തീവ്രമായോ ആ മഴ ഉൾപ്പെടെ പല കാലാവസ്ഥ ദുരന്തങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മളെ രക്ഷിച്ചു പിടിച്ച ഒരു ഘടകമുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ എന്ന ആ ഒരു ഘടകം. ആ ഒരു പശ്ചിമഘട്ട മലനിരകൾക്ക് വേണ്ടി നമ്മൾ ഇതുവരെ എന്ത് ചെയ്യുന്നു, അവയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇതുവരെ എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി ഈ വേളയിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം നമുക്ക് കേരളത്തിൽ കാര്യമായ മഴയില്ല. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള മഴ എങ്ങും ഉണ്ടായില്ല. ഇന്ന് ഡിസംബർ 20 ബുധനാഴ്ച ചില പ്രദേശങ്ങളിൽ, അതായത് ചുരുക്കം ചില കിഴക്കൻ ഇടനാട് പ്രദേശങ്ങളിൽ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ സാധ്യതയുണ്ട്. നേരിയ മഴ സാധ്യതയാണ്. അതിശക്തമായ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ എന്നല്ല, ഇടത്തരം മഴയോ അല്ലെങ്കിൽ ചാറ്റൽ മഴ, അങ്ങനത്തെ മഴ ചില പ്രദേശങ്ങളിൽ ലഭിക്കും. നാളെയും മറ്റന്നാളും ഡിസംബർ 21 വ്യാഴാഴ്ചയും അതുപോലെ തന്നെ ഡിസംബർ 22 വെള്ളിയാഴ്ചയും, ഈ 2 ദിവസങ്ങളിലും മഴ സാധ്യത അല്പം കൂടി വർദ്ധിക്കും. വ്യാപകമായ മഴയോ തുടർച്ചയായ മഴയൊന്നുമല്ല. ഉച്ച കഴിഞ്ഞിട്ട് രാത്രി വരെയുള്ള സമയങ്ങളിലായിട്ട് ചില പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നമുക്ക് അലർട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിലനിൽക്കുന്നത് സാധാരണ മഴ ചില പ്രദേശങ്ങളിലുണ്ടാകും. അത് വ്യാപകമായിട്ടല്ല, ചില പ്രദേശങ്ങളിൽ. ഡിസംബർ 23 അല്ലെങ്കിൽ അതിന് ശേഷം മഴ കേരളത്തിൽ കാര്യമായിട്ട് കുറയും. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം കേരളത്തിൽ പകൽ ചൂട് കുറച്ചുകൂടി വർദ്ധിക്കും. അതുപോലെ തന്നെ രാത്രിയിലത്തെ താപനില ഇനിയും കുറയും. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി നമുക്ക് കൂടുതൽ തണുപ്പും മഞ്ഞുമൊക്കെ രാത്രി കാലങ്ങളിൽ പുലർച്ചയൊക്കെ അനുഭവപ്പെടും. ഇനി നമുക്കൊരു സിസ്റ്റം കൂടി നമുക്ക് ശ്രീലങ്കയ്ക്ക് അടുത്തായിട്ട്, ശ്രീലങ്കയ്ക്കും തെക്കായിട്ട് കടലിൽ രൂപപ്പെടുന്നതായിട്ട് ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആ സിസ്റ്റത്തിൻ്റെ നമുക്കിവിടെ കാണാം. ഡിസംബർ 24 അല്ലെങ്കിൽ 25, 26 ആ തീയതികളിൽ ശ്രീലങ്കയ്ക്ക് തെക്കായിട്ട് കടലിൽ ഒരുപാട് അകലെയായിട്ട് തന്നെ കടലിൽ ഒരു സിസ്റ്റം രൂപപ്പെടും. ഇത് ECMWF, അതായത് യൂറോപ്യൻ സെൻറ്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിൻ്റെ മോഡലുകൾ പറയുന്നത് ഈ ഒരു സിസ്റ്റം തെക്കേ ഇന്ത്യക്ക് യാതൊരു കാലാവസ്ഥ മാറ്റവും നൽകാതെ മാലദ്വീപ് ഭാഗത്തേക്ക് പോകുന്നതാണ് ആ മോഡലുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ GFS മോഡലുകൾ. നമുക്കതൊന്ന് കാണാം. GFS മോഡലിൻ്റെ ഡേറ്റ. GFS മോഡലുകൾ ഈ സിസ്റ്റം രൂപപ്പെട്ട് അവിടെ വെച്ച് തന്നെ കുറച്ച് കടലിൽ നിന്ന് ശക്തിപ്പെട്ട് ഈ ഒരു രീതിയിൽ കടലിൽ നിന്ന് ശക്തിപ്പെട്ട് ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയുടെ കിഴക്ക് ഭാഗത്തൂടെ മുന്നോട്ട് നീങ്ങി ബംഗാൾ ഉൾക്കടലിലേക്ക് കൂടുതൽ മുന്നേറി കൂടുതൽ ശക്തിപ്പെട്ട്
ഈ ഒരു സിസ്റ്റം ഒരു ചുഴലിക്കാറ്റോ തീവ്ര ചുഴലിക്കാറ്റോ വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ് GFS മോഡൽ, ഗ്ലോബൽ ഫോർകാസ്റ്റ് സിസ്റ്റം. ആ ഒരു മോഡൽ അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ് അവ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും നല്ല ഇതിൻ്റെ സഞ്ചാരപഥയിൽ നല്ലതായിട്ട് വൈരുദ്ധ്യമുണ്ട് രണ്ട് മോഡലുകളും കാണിക്കുന്നതിനകത്ത്. GFSൻ്റെ മോഡൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഈ ഒരു സിസ്റ്റം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അഭിമുഖീകരിച്ച ആ സിസ്റ്റം വന്ന അതേ പാതയിലെത്തി അറബിക്കടലിലേക്ക് പോകാൻ വരെ സാധ്യത കാണിച്ചിരുന്നു. ഇന്ന് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എത്ര പ്രീമിയം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് വെതർ മോഡലുകൾ യൂസ് ചെയ്താലും ഒരു 2-3 ദിവസം മുൻപ് വരെ കൃത്യമായ പാത ലഭിക്കില്ല. ഇത് രൂപപ്പെടുമെന്നുള്ള ഒരു ഏകദേശ സാധ്യത ചിലപ്പോൾ നമുക്ക് കിട്ടും. ഈ രണ്ട് മോഡലുകളും ഇങ്ങനെ ഒരു സിസ്റ്റം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സഞ്ചാരപാത അത് വളരെ വളരെ പ്രധാനമാണ്. അത് ആ സഞ്ചാരപാതയാണ് പല പ്രദേശങ്ങളിലും ലഭിക്കാൻ സാധ്യതയുള്ള മഴയെ സ്വാധീനിക്കുന്നത്, മഴ ലഭിക്കാൻ കാരണമാകുന്നത്. സഞ്ചാരപാത അത് നിലനിൽക്കുന്ന സ്ഥാനം, ഇതൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ തന്നെ തെക്കൻ തമിഴ്നാട്ടിൽ ആ മഴയ്ക്ക് കാരണം അത് നിലനിന്നിരുന്ന സ്ഥലവും അത് സഞ്ചരിച്ച് വന്ന പാതയും, അത് രണ്ടുമാണ് അത്രയ്ക്ക് തീവ്രമായ മഴ അവിടെ പെയ്യിച്ചത്. അപ്പോൾ 2-3 ദിവസം മുൻപ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഒരു സിസ്റ്റം ഉണ്ടാവുമെന്ന് സൂചന കിട്ടിയാൽ അതിനെ നിരന്തരം നിരീക്ഷിക്കുക. അതിൻ്റെ സഞ്ചാരപാതയിലെ മാറ്റങ്ങൾ, അത് ഏത് ഭാഗത്തോട് പോകുന്നു, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളത് നോക്കുക. എന്നിട്ട് പരമാവധി അടുത്ത ദിവസങ്ങളിൽ ഈ സിസ്റ്റം സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന പ്രദേശങ്ങളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും സൂചനകളും നൽകുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു സിസ്റ്റം നമുക്ക് ശ്രീലങ്കയ്ക്ക് തെക്കുകൂടെ സഞ്ചരിച്ച് തെക്കേ തമിഴ്നാട്, തെക്കൻ കേരള ഭാഗത്ത് എത്തുമെന്നായിരുന്നു കാണിച്ചത്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ മാറ്റം ഉണ്ടാകും ഈ മോഡലുകളിൽ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം, കൂടുതൽ കൃത്യതയാർന്ന കൂടുതൽ കൃത്യതയാർന്ന സഞ്ചാരപാതയും വെതർ മോഡലുകളും ECMWFൻ്റെ തന്നെയാണ്, യൂറോപ്യൻ സെൻറ്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിൻ്റെ തന്നെയാണ്. GFS തൊട്ട് പിന്നിലാണ് പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കേരളത്തിൽ ഇനിയിപ്പം ഈ അടുത്ത 2-3 ദിവസങ്ങളിൽ ചെറിയ മഴ സാധ്യത ഒഴിച്ചാൽ കാര്യമായ മഴ സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ക്രിസ്മസിനൊക്കെ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഡിസംബർ 29 ശേഷമാണ് ഇനി മഴ സാധ്യതയുള്ളത്. അത് കൂടുതലും ഈ ഒരു സിസ്റ്റത്തിനെ ആശ്രയിച്ചായിരിക്കും, ഇതിൻ്റെ സഞ്ചാരപാത എങ്ങനെയുള്ളതെന്നൊക്കെ അനുസരിച്ചായിരിക്കും. ഇത്തരം ഒരു സിസ്റ്റം രൂപപ്പെട്ട് ഇത്ര ശക്തിപ്പെട്ടാൽ നമ്മുടെ വടക്ക് കിഴക്കൻ കാലവർഷം, അതായത് തുലാവർഷം പിന്മാറുന്നത് അല്പം കൂടി വൈകിയേക്കാം. ഡിസംബർ മാസം പിന്നിട്ട് പോയേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇത്തരം വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതേ പേരിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് കൂടിയുണ്ട്. അതിലും കൃത്യമായ അപ്ഡേഷൻസ് നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്കും സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.